ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു തോരനുണ്ടാക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് കൊത്തമര ഉണ്ടായിട്ടുണ്ട്, നല്ല പോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് പറിച്ചെടുക്കണേ. ഞാനിതിൻ്റെ വിത്ത് പാകിയതാണ്. അങ്ങനെ ഇത് കുറച്ചധികം ഉണ്ടായിട്ടുണ്ട്. എല്ലാം നമുക്ക് പറിച്ചെടുക്കാം. മൂത്തതൊന്നും പറിക്കുന്നില്ല, വിത്തിനിട്ടേക്കുവാണേ. ഇതിങ്ങനെ ഉണ്ടായി വരുമ്പോഴത്തേനും താഴത്തുനിന്ന് മുതൽ മേള് വരെ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയൊക്കെ വിത്ത് കിട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാം. ഉണ്ടായി നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് ഇത്രയും മതിയേ. ഞാനിപ്പോൾ കുറച്ചേ പറിച്ചിട്ടുള്ളൂ. ഇനി നമുക്കിത് നല്ലതുപോലെ കഴുകി പ്രാവശ്യം കഴുകിയാൽ മതിയേ. ഇതൊന്ന് പൊളന്നെടുക്കണം. എന്നിട്ടിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടണേ. എന്നാലാണ് ആ എരിവൊക്കെ ഇതിൻ്റെ അകത്ത് ചെന്നാലാണ് നല്ലൊരു രുചി ഉണ്ടാവുകയുള്ളൂ. തുമ്പും കടയും കളഞ്ഞിട്ട് നടുവേ പൊളന്നെടുക്കണം. ഇതുപോലെ പൊളക്കണം. എന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കണം. എല്ലാം ഇതേപോലെ തന്നെ പൊളന്നെടുക്കാം. നമുക്കിത് കാണുമ്പോൾ തോന്നും നല്ലതുപോലെ മൂത്ത് പോയെന്ന്. പക്ഷേ മൂത്തിട്ടില്ല, കിളുന്താണ്. പരന്ന കത്തിയാണെങ്കിൽ ഇങ്ങനെ പൊളന്നെടുക്കാൻ എളുപ്പമാണ്. അപ്പം നമ്മൾ കൊത്തമര എല്ലാം പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 3 അല്ലി വെളുത്തുള്ളി എടുക്കണേ. 2 പിടുത്തം തേങ്ങ ചിരകിയത്, ഒരു 6-7 ചുമന്നുള്ളി, ഒരല്പം കറിവേപ്പിലയും കൂടെ. ഇത് നമുക്കൊന്ന് ഒതുക്കിക്കൊണ്ട് വരാം. കല്ലേൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ഒതുക്കി എടുക്കാം. അരഞ്ഞു പോകാതെ എടുക്കണം. അമർത്തി ഒതുക്കി എടുക്കണേ. ഇനി കറിവേപ്പിലയും കൂടെ വെച്ച് ഒന്നങ്ങ് ഒതുക്കുക. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് വരാം. കല്ല് കഴുകിയൊന്നും എടുക്കണ്ട. നമുക്ക് ഈ അരപ്പ് മാത്രം വാരിയെടുത്താൽ മതിയേ. ഇനി ചട്ടി അടപ്പത്ത് വെക്കാം. അതിലേക്കൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ. എണ്ണ നല്ലതുപോലെ ചൂടായിട്ട് നമുക്കൊരല്പം കടുകിട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടണേ. ഇനി നമുക്കിതിലേക്ക് ഒതുക്കി വെച്ചിരിക്കുന്ന ഈ തേങ്ങയും ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മൂക്കണേ. ആ പച്ചമണം ഒന്ന് മാറിക്കിട്ടട്ടെ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഇളക്കണേ. മഞ്ഞൾപ്പൊടിയുടെയും തേങ്ങയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിക്കിട്ടട്ടെ.
ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ ഇടിച്ച മുളകും കൂടെ ഇട്ട് കൊടുക്കണം. ഞാനിതിൽ പച്ചമുളക് ഇട്ടിട്ടില്ല. ഇടിച്ച മുളക് ഇടുമ്പോൾ നല്ല എരിവ് കിട്ടുമേ, അതുകൊണ്ടാണ് പച്ചമുളക് ഇടാതിരുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് അങ്ങ് ഇളക്കി കൊടുക്കണേ. ഒത്തിരി അങ്ങോട്ട് കരിയണ്ട മുളക്. തീ കുറച്ച് വെക്കണേ. ഇനി നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊത്തമരയും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിന് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കണം. ഇളക്കി ഒന്ന് കൂട്ടി വെക്കണേ. പൊത്തി പൊത്തി വെക്കണം. എന്നിട്ടൊന്ന് മൂടി വെക്കണം. തീ ഞാൻ കുറച്ച് തന്നെയായിരുന്നു വെച്ചായിരുന്നത്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ നമ്മുടെ കൊത്തമരയൊക്കെ നല്ലതുപോലെ വെന്തൊക്കെ വരുന്നുണ്ട്. ഇനി ഒരല്പം നേരം തുറന്നിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു തോരനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.